സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാണെങ്കിൽ സിനിമാ സംഘടനകൾ ആശയക്കുഴപ്പത്തിലാണ്. അതായത് ഈ കമ്മിറ്റി റിപ്പോർട്ടിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ സിനിമാ സംഘടനകൾ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ട്. ഒഴിവാക്കണം പ്രതികരണങ്ങൾ എന്നൊക്കെ താരസംഘടനയായ അമ്മ അംഗങ്ങൾക്ക് നൽകിയ അനൌദ്യോഗിക നിർദ്ദേശം നമുക്കറിയാം. ഇന്നലെ മുതൽ തന്നെ അത്തരത്തിലാണ്. ആരും സംസാരിച്ചിരുന്നില്ല. ആസിഫ് അലി മാത്രമാണ് സംസാരിച്ചിരുന്നത്. സിദ്ദിഖും ബാബുരാജും അല്ലാതെ. സിനിമയിലെ ലിംഗവിവേചനവും ലൈംഗിക ചൂഷണവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സർക്കാർ രേഖയായി മാറിയതിന്റെ ആഘാതത്തിലാണ് താരരാജാക്കന്മാർ അടക്കമുള്ളവർ. 40,000-ഓളം പേർ തൊഴിലെടുക്കുന്ന മലയാള സിനിമയിൽ താരപരിവേഷമുള്ളത് ഏതാണ്ട് 250-ൽ താഴെ പേർക്കാണ്. ഇക്കൂട്ടത്തിലാണ് ഹേമ കമ്മിറ്റി വിശേഷിപ്പിക്കുന്ന 15-അംഗ പവർ സംഘം വരുന്നത്. സൂപ്പർ താരങ്ങളടക്കമുള്ള ഇവർ ഒരു കുറ്റവാളി സംഘമാണെന്ന് ഹേമ കമ്മിറ്റി രേഖാമൂലം സ്ഥാപിക്കുകയാണ്. ഒരു തൊഴിലിടം എന്ന അർത്ഥത്തിൽ ചലച്ചിത്ര മേഖലയ്ക്കുള്ള മാന്യതയെ ഇത് സാരമായി കളങ്കപ്പെടുത്തുന്നു. സാംസ്കാരികമായി പ്രാധാന്യവും അഭിപ്രായ രൂപീകരണത്തിൽ നിർണായകവുമായ സിനിമാ മേഖലയിൽ കടുത്ത അന്യായം നടക്കുന്നുവെന്നത് കേവലമൊരു റിപ്പോർട്ടായി അവസാനിക്കില്ല. ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്ന അമ്മയും ഫെഫ്കയും അടക്കമുള്ള സംഘടനകൾ ഹേമ കമ്മിറ്റിയുടെ കുറ്റവാളി പട്ടികയിലാണ്. റിപ്പോർട്ടിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ സംഘടനാ നേതാക്കളിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതും അതുകൊണ്ടാണ്. പ്രതിച്ഛായയുടെ കൂടി ബലത്തിൽ നിൽക്കുന്ന താരങ്ങൾ കുറ്റവാളി ഗണത്തിലേക്ക് പോകുന്നത് കോടികൾ മറിയുന്ന ഒരു വ്യവസായത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. പ്രതികരണങ്ങളിൽ വലിയ മിതത്വം പാലിച്ച താരസംഘടനയായ അമ്മ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്ന് അംഗങ്ങളോട് നിർദ്ദേശിച്ചെന്നാണ് വിവരം. എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ്. നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്. ഇന്ത്യൻ സിനിമയിൽ സവിശേഷ ഇടമുള്ള മലയാള ചലച്ചിത്ര മേഖല ഒരു മോശം തൊഴിലിടമാണെന്ന കണ്ടെത്തൽ ദേശീയ തലത്തിൽ പോലും ഒരു ചൂടുള്ള ചർച്ചാ വിഷയമാണിപ്പോൾ. മീഡിയ 1 കൊച്ചി.